ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം അള്ളാഹുവിൻ്റെ ഖലീൽ, ആത്മമിത്രം, ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലി, 25 നബിമാരിൽ ഒരാൾ, നബിമാരുടെ പിതാവ്. ഇബ്രാഹിം അലൈഹിസ്സലാം ബാല്യത്തിൽ തന്നെ ചോദിച്ചു, ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം അസ്തമിക്കുന്നു, ഇവ എൻ്റെ റബ്ബാകാൻ പോരാ. ഒടുവിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ മുഖം ആകാശഭൂമികൾ സൃഷ്ടിച്ചവന് വേണ്ടി മാത്രം തിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞു, ഈ കല്ലുകൾ നിങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, ഇവ ആരാധ്യരല്ല. ജനത ആചാരം ആഘോഷിക്കാൻ പോയ ദിവസം ഇബ്രാഹിം അലൈഹിസ്സലാം ആ ക്ഷേത്രത്തിൽ കയറി. എല്ലാ വിഗ്രഹങ്ങളും തകർത്തു, ഏറ്റവും വലിയ ഒന്നൊഴികെ. ജനത മടങ്ങി വന്നു. ആരാണ് ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കൂ. അവർ ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു. നമ്രൂദ് കോപിഷ്ഠനായി ഉത്തരവിട്ടു, ഇബ്രാഹീമിനെ തീയിലേക്കെറിയൂ. ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നുപോകുമ്പോൾ ഒരു മലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അദ്ദേഹം പറഞ്ഞു, നിന്നോടൊന്നും വേണ്ട, അല്ലാഹു മതി. അല്ലാഹു കൽപ്പിച്ചു, قلنا يا نار كوني بردا وسلاما على إبراهيم. തീയെ തണുക്കൂ, ഇബ്രാഹീമിന് സുരക്ഷിതമാകൂ. ഇബ്രാഹിം അലൈഹിസ്സലാം ആ തീയിൽ നിന്ന് പൂർണ്ണ സുരക്ഷിതനായി പുറത്തുവന്നു. അല്ലാഹു ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചു ഖലീലുല്ലാഹ്, അല്ലാഹുവിൻ്റെ ആത്മമിത്രം. നമ്രൂദ് തീ കത്തിച്ചു, അല്ലാഹു അത് പൂന്തോട്ടമാക്കി. ശത്രു നിങ്ങൾക്കെതിരെ എന്തു ചെയ്താലും അല്ലാഹു മതി. സുബ്ഹാനല്ലാഹ് എന്ന് കമന്റിൽ എഴുതൂ.